നമസ്കാരം. ഇന്ന് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ്. നമുക്കറിയാം, അദ്ദേഹം ഭരണത്തിലിരുന്ന കാലം, അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒരു ദേശീയ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ, ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം, ഇതെല്ലാം തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. ആധുനിക ഭാരതത്തിൽ തന്നെ നമുക്ക് ഓർത്തു വയ്ക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അടൽ ബിഹാരി വാജ്പേയി. ആ അടൽ ബിഹാരി വാജ്പേയിക്ക് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഇന്ന് രാഷ്ട്രം പ്രണാമം അർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രം അതിൻ്റെ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു സ്മാരക ഉദ്ഘാടനത്തിൻ്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഉത്തർപ്രദേശിലെ ലഖ്നൌവിലാണ് ഒരു പടുകൂറ്റൻ സ്മാരകം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് അടൽ ബിഹാരി വാജ്പേയിയുടെ മാത്രമല്ല, ദീനദയാൽ ഉപാധ്യായ, ശ്യാമപ്രസാദ് മുഖർജി, അതോടൊപ്പം തന്നെ അടൽ ബിഹാരി വാജ്പേയി, ഈ മൂന്ന് പേരുടെയും പ്രതിമകളാണ് ഈ സ്മാരക കോംപ്ലക്സിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏതാണ്ട് 65 ഏക്കറോളം വിസ്തൃതിയിലുള്ള ഒരു ഭൂഭാഗത്തിലാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. 230 കോടി രൂപ ഇതിനോടകം തന്നെ ഇത് നിർമ്മിക്കാനായി ചെലവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 98,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ആധുനിക സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിക്കുന്ന ഒരു മ്യൂസിയമാണ് ഈ സ്മാരകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ മ്യൂസിയത്തിൽ ഈ പറയുന്ന മൂന്ന് നേതാക്കന്മാരുടെയും സംഭാവനകൾ അത് കൃത്യമായി പുതുതലമുറയ്ക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കും മനസ്സിലാകുന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് ആധുനിക സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മ്യൂസിയത്തിൻ്റെ നിർമ്മാണം ആയിരിക്കുന്നത്. നമുക്കറിയാം, ശ്യാമപ്രസാദ് മുഖർജിയും ദീനദയാൽ ഉപാധ്യായയും ഈ ഭാരതത്തിൻ്റെ ഏകോപനത്തിൽ, ഭാരതത്തിൻ്റെ പുരോഗതിയിൽ വഹിച്ച പങ്കിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ശ്യാമപ്രസാദ് മുഖർജിയാണ് ഈ രാഷ്ട്രത്തിൽ ഒരു പതാക മതി, ഒരു ഭരണഘടന മതി, ഒരു പ്രധാനമന്ത്രി മതി എന്ന് പറഞ്ഞത്. അതായത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആ ഒരു സംവിധാനത്തിനെതിരെയാണ് അദ്ദേഹം സന്ധിയില്ലാ സമരം നടത്തിയത്. മാത്രമല്ല, ദീനദയാൽ ഉപാധ്യായ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ ഏറ്റവും താഴെത്തട്ടിലെയുള്ള ജനങ്ങളിൽ വരെ വികസനം എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തിയ സാമ്പത്തിക സാമൂഹിക നയങ്ങൾ, അതാണ് ഇന്ന് BJP പിന്തുടരുന്നതും. ഇതാണ് ഈ രണ്ട് മഹാത്മാക്കളും നടത്തിയിട്ടുള്ള സംഭാവനകൾ. അതോടൊപ്പം തന്നെ അടൽ ബിഹാരി വാജ്പേയി ഭാരതത്തിനെ ഒരു ആണവശക്തിയായി ഉയർത്തിയ, ആണവ പരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രിയാണ്. കാർഗിൽ യുദ്ധകാലത്ത് പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ച പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രിയാണ്. ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾക്ക് ഇന്ത്യയിൽ തുടക്കമിട്ട, അഴിമതിരഹിത ഭരണത്തിന് ഇന്ത്യയിൽ തുടക്കമിട്ട ഒരു ഭരണാധികാരിയാണ് അടൽ ബിഹാരി വാജ്പേയി. ഈ വളരെ വീറും വാശിയുമുള്ള വിദേശ നയം, വളരെയധികം ചങ്കൂറ്റത്തോടുകൂടി അദ്ദേഹം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ, ഇതെല്ലാമാണ് ഇപ്പോൾ 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ തുടർന്ന് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാണ്. ഈ മൂന്ന് നേതാക്കളുടെയും ആഗ്രഹ സാഫല്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം രാഷ്ട്രത്തിന് വളരെയധികം പ്രധാനപ്പെട്ട, രാഷ്ട്രത്തിന് ഊർജം നൽകുന്ന ഈ സ്മാരകത്തിന് രാഷ്ട്രപ്രേരണ സ്ഥൽ എന്ന പേരാണ് ഉത്തർപ്രദേശ് സർക്കാർ നൽകിയിരിക്കുന്നത്. അത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക മൂലധനമായി പരിഗണിക്കപ്പെടുന്നു. ഉത്തർപ്രദേശിലെ ലാഹോറിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു വലിയ സ്മാരകം കഴിപ്പിച്ചിരിക്കുന്നത്. സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ രാഷ്ട്രപ്രേരണാ സ്ഥൽ ഉള്ളിൽ ഉണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.